വിജയിച്ചവരെക്കുറിച്ച് പിന്നെ പറയാം. തോറ്റവരെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങട്ടെ. കാരണം കേപ്പ് വെർഡെ സ്കോർ ബോർഡിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. 1986 കേപ്പ് വെർഡെക്ക് ഫിഫയിൽ അംഗത്വം ലഭിക്കുന്നത്. അതായത് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 9 വർഷത്തിന് ശേഷം. അതിനേക്കാളേറെ അർജന്റീന ലോകകപ്പ് 2 തവണ ഉയർത്തിയ ശേഷം. ഈ ലോകകപ്പിലാണ് കേപ്പ് വെർഡെ ഇതാദ്യമായി വിശ്വവേദിയിൽ കളിക്കാനെത്തുന്നത്. ആ രാജ്യത്തെക്കുറിച്ച് മുൻപ് എത്ര പേർ കേട്ടിരുന്നു പോലും അറിയില്ല. ലോകഭൂപടത്തിൽ ഒരു മുട്ടുസൂചി കണക്ക് സൂം ചെയ്ത് നോക്കിയാൽ പോലും കാണാത്തത്ര ഒളിഞ്ഞു കിടക്കുന്നൊരു രാജ്യം. 5,30,000 മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ. ഇന്ത്യ എന്ന ഇനിയും ലോകകപ്പ് കളിക്കാത്ത മഹാരാജ്യത്തിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിലെ തിരുവനന്തപുരം എന്ന കോർപ്പറേഷനിലുണ്ട് അതിൻ്റെ ഇരട്ടി ജനസംഖ്യ. പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നുമില്ലാത്ത അന്നാട്ടിൽ പൊതുവെ ചെറുപ്പക്കാർ അധികം നിൽക്കാറില്ല. പലരും യൂറോപ്പിൽ പ്രവാസികളായി കഴിയുകയാണ്. ആഫ്ഗോൺ കപ്പും ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളും ഒക്കെ കളിക്കാനായി കേപ്പ് വെർഡെ ഫുട്ബോൾ അസോസിയേഷൻ താരങ്ങളെ തപ്പിയിറങ്ങി. അതും ഇന്റർനെറ്റിലൂടെ. അയർലൻഡിൽ ജനിച്ച റോബർട്ടോ പിക്കോ ലോപ്പസിനെ അങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്. ലിങ്ക്ഡിൽ വന്ന ക്ഷണം സ്പാം ആണെന്ന് കരുതി ഒരിക്കൽ ഒഴിവാക്കിയതാണ് റോബർട്ടോ ലോപ്പസ്. പിന്നീട് അന്നത്തെ പരിശീലകനായിരുന്ന റോയി അഗ്വാസ് ഒരിക്കൽ കൂടി സന്ദേശം അയച്ചപ്പോഴാണ് ലോപ്പസ് അത് സീരിയസ് ആയി എടുത്തത്. ഐറിഷ് ക്ലബായ ഷാംറോക്ക് റോവേഴ്സിനായി തിളങ്ങിക്കൊണ്ടിരുന്ന ലോപ്പസ് അങ്ങനെ മാതൃരാജ്യത്തിനായി കളിക്കാൻ തീരുമാനിച്ചു. ഈ ലോകകപ്പിൽ സ്പെയിനെതിരെയും ഇന്ന് മെസ്സിയെയും അൽമാഡയെയും ലൗതാരെയുമെല്ലാം പൂട്ടിയത് അയാളായിരുന്നു. കേപ്പ് വെർഡെ ഫുട്ബോൾ അസോസിയേഷൻ ഇന്റർനെറ്റിലൂടെ തപ്പിയെടുത്ത താരം. അങ്ങനെയുള്ളൊരു രാജ്യം ലോകകപ്പിലേക്ക് എത്തിയപ്പോൾ സ്പെയിനും ഉറുഗ്വേയും സൗദിയും അടക്കമുള്ള ഗ്രൂപ്പിലായിരുന്നു. സ്വാഭാവികമായൊരു 4ാം സ്ഥാനമാണ് എല്ലാവരും പ്രവചിച്ചത്. എന്നാൽ ഒരു മത്സരം പോലും തോൽക്കാതെ അവർ റൗണ്ട് 32 എത്തി. നോക്കൌട്ടിൽ അർജന്റീന. ലിറ്ററലി കേപ്പ് വെർഡെ ഈ ലോകകപ്പിൽ കളിച്ച 4-ൽ 3 മത്സരങ്ങളിലും എതിരാളി മുൻ ലോക ചാമ്പ്യന്മാരായിരുന്നു. അതിൽ തോറ്റത് ഒരേയൊരു തവണ. അതും വിറപ്പിച്ച്. അർജന്റീനയ്ക്കെതിരെ 4-1-4-1 എന്ന വിചിത്രമായ ഫോർമേഷനിൽ ഇറങ്ങുമ്പോൾ ഒരു കംപ്ലീറ്റ് ബസ് പാർക്കിംഗ് ഡിഫൻസാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ സ്കലോണിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കേപ്പ് വെർഡെ അറ്റാക്കിങ്ങിലേക്കും ഇറങ്ങി. 2 തവണ പിന്നിലായിട്ടും അവർ തിരിച്ചു വന്നു. അനായാസ മത്സരം പ്രതീക്ഷിച്ച അർജന്റീനയെ ഏകദേശം ആദ്യ അരമണിക്കൂറോളം പിടിച്ചു നിർത്തുന്നുണ്ട് കേപ്പ് വെർഡെ. ഹൈഡ്രേഷൻ ബ്രേക്കിന് പിന്നാലെയാണ് അർജന്റീന ലീഡെടുക്കുന്നത്. കരമാർഗമുള്ള എല്ലാ പഴുതുകളും പാസുകളും കേപ്പ് വെർഡെ പ്രതിരോധം അടച്ചപ്പോൾ അർജന്റീന ആകാശമാർഗം സ്വീകരിച്ചു. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഏരിയൽ ബോളിലേക്ക് ഓടിയെത്തിയ മെസ്സി ഔട്ടർ ഫുട്ട് കൊണ്ട് ആ പന്ത് തടഞ്ഞു നിർത്തി. ഓടിയെത്തിയ വൊസീഞ്ഞയ്ക്ക് സമയം കൊടുക്കാതെ തന്നെ പന്ത് വലയിലെത്തിച്ചു. പെർഫെക്റ്റ് ഫിനിഷിംഗ്. മെസ്സിയുടെ പ്രൈം എന്ന് കമന്ററിയിൽ പറയുന്നത് കേട്ടു. അയാൾ കളിക്കുന്ന കാലം അത്രയും അയാളുടെ പ്രൈം ടൈം തന്നെയായിരിക്കും. ലോകകപ്പിലെ മെസ്സിയുടെ 20ാം ഗോൾ കൂടിയായിരുന്നു അത്. അൺഡിസ്പ്യൂട്ടഡ് ഗോട്ട്. ഡെറോയ് ഡുവാർട്ടയുടെ മറുപടി ഗോളിന് അർജന്റീന പ്രതിരോധ പിഴവ് എടുത്തു പറയേണ്ടത് കൂടിയായിരുന്നു. ഫക്കുണ്ടോ മെദീനയുടെ കാലിനടിയിലൂടെയാണ് ആ പന്ത് ഡുവാർട്ടയ്ക്ക് കിട്ടുന്നത്. ഡുവാർട്ടയുടെ ഷോട്ട് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലിനിടയിലൂടെ തന്നെയാണ് പോകുന്നതും. എമിലിയാനോ മാർട്ടിനസ് പൊസിഷനിലായിരുന്നെങ്കിലും തൊടാൻ പോലും കഴിഞ്ഞില്ല. 92ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ക്ലോസ് റേഞ്ചിൽ തൊടുത്ത ഷോട്ടിന് വൊസീഞ്ഞ നിസ്സഹായനായി. സ്കോർ 2-1. എന്നാൽ വിട്ടുകൊടുക്കാൻ കേപ്പ് വെർഡെ ഒരുക്കമായിരുന്നില്ല. സിഡ്നി ലോപ്പസ് കബ്രാലിന്റെ ലക്ഷണമൊത്തൊരു ഗോളിലൂടെ അവർ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു. ബോക്സിന് ഏറെ പുറത്തുനിന്ന് തൊടുത്ത ഷോട്ട് പൂർണ്ണതയുടേതാണ്. അതിൽ പവറുണ്ടായിരുന്നു, ഡിപ്പുണ്ടായിരുന്നു, കർവുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും ലക്ഷണമൊത്ത ഈ ലോകകപ്പിൽ ഇതുവരെ പിറന്ന ഏറ്റവും മനോഹരമായ ഗോൾ. കളി പെനൽറ്റി ഷൂട്ടൗട്ടിലേക്കെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അർജന്റീനയുടെ വിജയഗോൾ പിറക്കുന്നത്. ലയണൽ മെസ്സിയുടെ കോർണറിന് റൊമേറോ കൃത്യമായി തലവെക്കുന്നു. അത് കേപ്പ് വെർഡെ താരം ഡിനയുടെ ദേഹത്ത് തട്ടി വലയിലേക്ക്. അതായിരുന്നു വിധി നിർണയിച്ച ഗോൾ. ഒരൊറ്റ തവണ കൂടി വൊസീഞ്ഞ നിസ്സഹായനായി. ഇപ്പറഞ്ഞത് ഗോൾ ഹൈലൈറ്റ്സ് മാത്രമാണ്. അതിനേക്കാൾ മനോഹരമായ നിമിഷങ്ങൾ ഏറെയുണ്ടായിരുന്നു കളത്തിൽ. 21 ഷോട്ട് അർജന്റീനയും 15 ഷോട്ട് കേപ്പ് വെർഡെയും അടിച്ചിട്ടുണ്ട്. അതിൽ യഥാക്രമം 10ഉം 5ഉം ഓൺ ടാർജറ്റ് ഷോട്ടുകളുമുണ്ട്. പക്ഷേ പക്ഷിയെപ്പോൾ പറന്ന് നിർവീര്യമാക്കിയ വൊസീഞ്ഞയും എമിലിയാനോ മാർട്ടിനസും മത്സരം ത്രില്ലിംഗ് ആക്കി. മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് പൊസിഷനിൽ അല്ലാതിരുന്നിട്ട് കൂടി നിർവീര്യമാക്കിയ വൊസീഞ്ഞയും കബ്രാലിന്റെ ഡിപ്പിംഗ് ഫ്രീ കിക്ക് തടുത്തിട്ട എമിയുമെല്ലാം ചങ്കുറപ്പിന്റെ ദൃശ്യങ്ങളായിരുന്നു. അതേസമയം പ്രീ ക്വാർട്ടറിലേക്ക് പോകുമ്പോൾ അർജന്റീനയെ അടക്കേണ്ട കുറേ പഴുതുകളും ഈ മത്സരത്തിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ലോകകപ്പിലും 3 നോക്കൌട്ട് മത്സരങ്ങളിലും കണ്ട ഒരു അലസ മനോഭാവമുണ്ട് അർജന്റീനയ്ക്ക്. ലീഡെടുത്ത ശേഷമുള്ള അമിതാത്മവിശ്വാസം. വിംഗർമാരെ ഉപയോഗിച്ച് നടത്തുന്ന കൗണ്ടറുകൾ അർജന്റീനയ്ക്ക് തന്നെ തിരിച്ചടിയാകും. പ്രത്യേകിച്ച് മുഹമ്മദ് സലായും ഒമർ മർമോഷുമെല്ലാമുള്ള ഈജിപ്തിനെതിരായ പ്രീ ക്വാർട്ടറിൽ.
ഒപ്പം എല്ലാ പന്തും മെസ്സിയിലേക്ക് മാത്രം എത്തിച്ച് മെസ്സിയെ മാത്രം അമിതമായി ആശ്രയിക്കുന്നതും കാണാം. മോറോവർ ലക്ഷണമൊത്ത താരങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഏഞ്ചൽ ഡി മരിയ ഒഴിച്ചിട്ട പൊസിഷൻ നിറയ്ക്കാൻ ഒരു താരം പോലും ഇല്ല എന്ന വസ്തുത അർജന്റീന മനസ്സിലാക്കുകയും വേണം. വീണ്ടും മെസ്സിയിലേക്ക്. മെസ്സിയെയും അർജന്റീനയെയും ശപിച്ച ഒരു ബ്ലാക്ക് മാജിക്കുകാരനുണ്ടായിരുന്നു. ഇനി അയാളെ കാണില്ല. കാരണം അയാളേക്കാൾ വലിയൊരു കൺകെട്ടുകാരനാണ് ബൂട്ടും കെട്ടി അവിടെ കളിച്ചത്. വീണ്ടും കേപ്പ് വെർദയിലേക്ക്. ഫ്രാൻസ്, പോർച്ചുഗൽ, നെതർലൻഡ്സ്, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗം കേപ്പ് വെർദക്കാരും. ഭാഷ കൊണ്ടും സ്വഭാവം കൊണ്ടുമെല്ലാം വ്യത്യസ്തർ. ടീമിൽ പക്ഷേ ഒത്തൊരുമയും ദേശീയ വികാരവും വരുത്താൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു അലിഖിത നിയമം കൊണ്ടുവന്നിരുന്നു. പരിശീലന സെഷനിലും മറ്റും താരങ്ങൾ പരസ്പരം കേപ്പ് വെർദയുടെ ഔദ്യോഗിക ഭാഷയായ ക്രിയോൾ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അവർ അത് അനുസരിച്ചു. ലോകകപ്പിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഭാഷ ഫുട്ബോളായിരുന്നു. അതും അവർ വൃത്തിയായി സംസാരിച്ചു. അപ്പോൾ നിശബ്ദരായത് മുൻപ് ലോകകപ്പ് ജയിച്ച ഉറുഗ്വേയും സ്പെയിനുമൊക്കെയായിരുന്നു. ഇന്ന് പേടിച്ചത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും. അത്ഭുതങ്ങൾ ഒളിപ്പിച്ച ഫുട്ബോൾ വീണ്ടും വീണ്ടും ഉരുളുകയാണ്.